സന്ദീപ് വാര്യർ ഈ ബി.ജെ.പി വിട്ടുപോയി അതും ഏത് സമയത്ത് പാലക്കാട് തെരഞ്ഞെടുപ്പില് ബി.ജെ.പിയുടെ നെഞ്ചത്തടിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പൊ കോൺഗ്രസിന്റെ ആളുകളെയും മറ്റുള്ള ആളുകളെയൊക്കെ ബി.ജെ.പി ക്യാച്ച് ചെയ്യുന്നില്ലേ? തലേദിവസം മറുദിവസം തന്നെ ഈ വന്ന പാർട്ടിയെ തന്നെ തിരിച്ചു കുറ്റം പറയുന്നില്ലേ? ഞാൻ പറയുന്നത് ഖുഷ്ബു അടക്കം എന്താ ചെയ്തത്? ഖുഷ്ബു അടക്കം മറുനാളില് തിരിച്ചടിക്കുകയാണ് ചെയ്തത്. സന്ദീപ് വാര്യർ ബി.ജെ.പിയിൽ നിന്ന് രാജിവെക്കുന്നു. സന്ദീപ് വാര്യരെ തലേ ദിവസം വരെ സ്റ്റാറ്റസ് ഇട്ട് തെറി പറഞ്ഞിരുന്ന ആളുകള് പിന്നെ മറുനാളില് ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നു. ആയിക്കോട്ടെ, ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. പല പാർട്ടികളിൽ നിന്നും എത്രയൊക്കെ ആളുകളുണ്ട് കോൺഗ്രസിൽ നിന്ന് വലിച്ചിട്ടില്ലേ നിങ്ങൾ? സന്ദീപ് വാര്യർ നല്ല ഒന്നാം തരമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനാണ്. സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് കരിയറാണ്, പ്രൊഫഷനാണ്. അങ്ങനെയുള്ള ഒരു കരിയറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്തത് ശരിയാണ്. നേർക്ക് നേരെ ഒരു ചർച്ചകളൊക്കെ വരുമ്പോൾ, വാഗ്വാദങ്ങൾ വരുമ്പോൾ, നിങ്ങൾ പണ്ട് ഇതല്ലേ പറഞ്ഞത് എന്ന് തിരിച്ചു ചോദിക്കും. ഈ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഈ പണിയൊക്കെ ചെയ്യാൻ. ഇപ്പം നാളെ നേരിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പം എനിക്ക് ചിരിക്കുന്നതിലോ കൈ കൊടുക്കുന്നതിലോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലോ ഒന്നും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ നമുക്ക് ചായ കുടിച്ചാലോ കുടിക്കാം, നോ പ്രോബ്ലം. അത്രേ ഉള്ളൂ പ്രശ്നം. നമസ്കാരം. ചാനൽ ചർച്ചകളിലൊക്കെ വലിയ രീതിയിലേക്ക് കത്തി നിൽക്കുന്ന ഷാബു സാർ അടുത്താണ് നിൽക്കുന്നത്. ഷാബു പ്രസാദ് സാറാണ്. അപ്പോൾ സന്ദീപ് വാര്യർ എന്ന് കേൾക്കുമ്പോൾ കലി തുള്ളുന്ന വലിയ രീതിയിലേക്ക് എന്താണ് പ്രഷർ കൂടുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് പ്രഷർ കൂടുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഷാബു സാറെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കടന്നാക്രമിച്ച് സന്ദീപ് വാര്യർ എന്ന് കേൾക്കുമ്പോഴേക്കും ബ്ലഡ് പ്രഷർ കൂടും. എന്താണ് സംഭവം? എനിക്ക് എൻ്റെ BP, എൻ്റെ ഷുഗറും എൻ്റെ എല്ലാ ബോഡി പാരാമീറ്റേഴ്സും വളരെ നോർമലാണ്. ദൈവം സഹായിച്ച് ഇന്ന് ഈ നിമിഷം വരെ ഒരു സന്ദീപ് വാര്യരെ കൊണ്ടൊന്നും എൻ്റെ BP കൂട്ടാനൊന്നും പറ്റില്ല. അതുപോട്ടെ. പിന്നെ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ എസൻസ് എനിക്ക് മനസ്സിലായി. അതായത് സന്ദീപ് വാര്യരായിട്ടൊക്കെ പലപ്പോഴും ഈ ചാനലുകളിലിരുന്ന് ചില വലിയ തോതിൽ രൂക്ഷമായ തോതിൽ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരി, അതിൻ്റെ ബേസിലായിരിക്കും ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാലത്തുണ്ടായ രാഷ്ട്രീയ ഡെവലപ്മെൻ്റൊക്കെ താങ്കൾക്കറിയാമല്ലോ. സന്ദീപ് വാര്യർ ബി.ജെ.പി വിട്ടുപോയി അതും ഏത് സമയത്ത് പാലക്കാട് തെരഞ്ഞെടുപ്പില് ബി.ജെ.പിയുടെ നെഞ്ചത്തടിച്ചുകൊണ്ട് പോകുന്നു. ഒരു കാര്യം ഞാൻ പറയാം. ഈ രാജ്യത്ത് ഈ നമ്മുടെ നാട്ടിൽ ആർക്കും ഏത് പൊളിറ്റിക്കൽ ബിലീഫും വിശ്വാസവും എപ്പോൾ വേണേൽ സ്വീകരിക്കാനും എപ്പോൾ വേണേൽ ഉപേക്ഷിക്കാനും ഒക്കെ ഉള്ള അവകാശങ്ങളുണ്ട്. നമ്മുടെ ജനാധിപത്യ സംവിധാനം, നമ്മുടെ ഭരണഘടന അതിന് അവകാശം കൊടുക്കുന്നുണ്ട്. ഇഷ്ടം പോലെ എത്രയോ പേര് ബി.ജെ.പിയിലേക്ക് വന്നു. ഇപ്പം പത്മജ വേണുഗോപാൽ വന്നു, അനിൽ ആൻ്റണി വന്നു, അബ്ദുള്ള കുട്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർ പോയപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പ്രശ്നവുമില്ലെന്ന്. എന്നാൽ ഈ രാഷ്ട്രീയ പാർട്ടി എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല കേട്ടോ. അപ്പം ഇനി എന്താ വെച്ചാൽ, എന്നാൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി മാറിയവരാരെങ്കിലും ഒരൊറ്റ ദിവസം കൊണ്ട് നേരെ പ്ലേറ്റ് അങ്ങോട്ട് തിരിച്ചു വെച്ച് ഇതുപോലെ മാധ്യമങ്ങളിൽ വന്നിരുന്ന് ഇന്നലെ വരെ പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായിട്ട് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ഒറ്റയാളെങ്കിലും? സാർ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ല, കുഴപ്പമില്ല, ഞാനിതില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിത് തെറ്റാണെന്ന് പറയുന്നില്ല. ഞാനത് തെറ്റാണെന്ന്, അത് അദ്ദേഹത്തിന് അതിന് അവകാശമുണ്ട്. 100%. ആ അവകാശത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ ഇത് ഇങ്ങനെയും നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട്. അപ്പം അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള അതേ അവകാശം, ആ നിലപാടിനെ വിമർശിക്കാൻ എനിക്കുമുണ്ട്. അത്രയും അംഗീകരിച്ചാൽ മതി. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ കുതിച്ചു കയറുക എന്നുള്ള അർത്ഥവുമുണ്ട്. ഞാൻ പറയാം 100% രാഷ്ട്രീയത്തിൽ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് കുതിച്ചു കയറലാണ്. അതായത് പുതുതലമുറകൾ വന്ന് നല്ല രീതിയിലേക്ക് പെർഫോം ചെയ്ത് മുന്നോട്ട് പോകുന്ന കുതിച്ചുകയറ്റം നടക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന്. ഇപ്പൊ ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ. സന്ദീപ് വാര്യർ ബി.ജെ.പിയിൽ നിന്ന് രാജിവെക്കുന്നു. സന്ദീപ് വാര്യരെ തലേ ദിവസം വരെ സ്റ്റാറ്റസ് ഇട്ട് തെറി പറഞ്ഞിരുന്ന ആളുകള് പിന്നെ മറുനാളില് ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നു. ആയിക്കോട്ടെ, ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഞാനിതിന് എനിക്കതിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നേ. സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് വിശ്വാസം സ്വീകരിച്ച് കോൺഗ്രസ് പാർട്ടിക്കകത്ത് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശത്തിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. എനിക്ക് എൻ്റെ അതേ അവകാശം
എനിക്ക് എൻ്റെ അഭിപ്രായം ആ നിലപാടിനോടുള്ള എൻ്റെ അഭിപ്രായം സ്വീകരിക്കാനുമുണ്ട്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന വിശ്വാസത്തെ നേരെ തിരിച്ച് തെറി വിളിക്കാനുള്ള സന്ദീപ് വാര്യരുടെ അതേ അവകാശം അതിനെ വിമർശിക്കാൻ എനിക്കുമുണ്ട്. അത് നിങ്ങളങ്ങ് അംഗീകരിച്ചാൽ മതി. 100%. അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത്, താങ്കളൊരു രാഷ്ട്രീയ നിരീക്ഷകൻ തന്നെയാണല്ലോ. അതെ. സന്ദീപ് വാര്യർ ശരിക്കും കോൺഗ്രസിലേക്ക്, UDF അല്ലെങ്കിൽ ഈ ഒരു സംഘടനയിലേക്ക് പോയത് സന്ദീപ് വാര്യർക്ക് നഷ്ടമാണോ ലാഭമാണോ എന്ന് എന്റെ ചോദ്യം. അതൊക്കെ ഇനിയിപ്പം ഭാവി, ഇപ്പൊ 6-7 മാസമല്ലേ ആയിട്ടുള്ളൂ. അതൊക്കെ ഇനിയും കാലം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് നഷ്ടമാണോ ലാഭമാണോ എന്നൊക്കെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പം ഈ അടുത്ത് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത്, ഇപ്പോഴത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നടക്കുന്നുണ്ട്. സന്ദീപ് വാര്യരുടെ പഴയ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും ഒക്കെ. വളരെ രസകരമായ ഒരു കാര്യം, സന്ദീപ് വാര്യർ ഇവിടെ ഇരുന്ന് രാഹുൽ ഗാന്ധി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കരമായിട്ട് പൊഴുത്തുന്നു. അപ്പം അതിനൊരിക്കലും ഞാൻ പറഞ്ഞത്, ഇതിന് എൻ്റെ ഒരു പഴയ പരിചയക്കാരൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ആ മറുപടി ഞാൻ കേൾപ്പിക്കാം എന്ന് പറഞ്ഞ് സന്ദീപ് വാര്യർ രാഹുൽ ഗാന്ധിയെ പറഞ്ഞത് തന്നെ ഞാൻ തിരിച്ചു കേൾപ്പിച്ചു. രാഹുൽ ഗാന്ധി കള്ളനാണ്, രാഹുൽ ഗാന്ധി അല്ല ഗണ്ഡിയാണ്, അപ്പടിയാണ് ഇപ്പടിയാണ്. ഈ ഒരു അവസ്ഥ, ഇതൊരു ദയനീയമായ അവസ്ഥയാണ്. അങ്ങനൊരവസ്ഥ വേറെ ആർക്കും ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. അതായത് ഞാൻ പറയുന്നത്, ഈ BJP അനുയായികളൊക്കെ പറയുന്നത്, ഒരു സന്ദീപ് വാര്യർ പോയപ്പോൾ ശരിക്കും ഈ സന്ദീപ് വാര്യർ പാർട്ടി മാറുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ, അത് വലിയ രീതിയിലേക്ക് കേരളം ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പാണ് പാലക്കാട്. ആ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ശരിക്കും പണി തന്നു, BJPക്ക് പണി കൊടുത്ത പോലെ ഒരു സ്പോക്കായി പോയി ശരിക്കും സന്ദീപ് വാര്യർ പോയത്. ഇനി വേണ്ട അത് എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യരെ തെറി പറയുന്നത്? പല പാർട്ടികളിൽ നിന്നും എത്രയൊക്കെ ആളുകളുണ്ട്, കോൺഗ്രസിൽ നിന്ന് വലിച്ചിട്ടില്ലേ നിങ്ങൾ പറയുന്ന? ഞാൻ ആദ്യം വീണ്ടും പറഞ്ഞല്ലോ, സന്ദീപ് വാര്യര് ഇവിടെ നിന്ന് BJPയിൽ നിന്ന് പോയതിൻ്റെ അകത്തെ അതിനുള്ള അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഇനി കോൺഗ്രസിനെ എങ്ങനെ കുറ്റം? ഞാൻ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിട്ടില്ല. എതിർപ്പാളയത്തിൽ നിന്ന് ഇതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി വരുമ്പോൾ അവർ രണ്ടു കൈ നീട്ടി സ്വീകരിക്കും. അത് BJP അത് ചെയ്തിട്ടുണ്ട്, എല്ലാവരും അത് ചെയ്യും. ഇതൊന്നും അല്ലെന്ന് ഇവിടുത്തെ വിഷയം. ഞാൻ എൻ്റെ വിഷയത്തിൽ ഇപ്പം സന്ദീപ് വാര്യർ നല്ല ഒന്നാം തരമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനാണ്. പ്രൊഫഷണൽ സമ്മതിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു. അതായത് നമ്പർ 1 രാഷ്ട്രീയക്കാരനാണ്. അതായത് അദ്ദേഹത്തിന്റെ കൂർപ്പായിട്ടുള്ള, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇപ്പം പ്രൊഫഷണലിസം, ഞാൻ കോർപ്പറേറ്റ് കമ്പനികളിൽ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തത്. ഞാൻ ബേസിക്കലി ഐ ആം എ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ. ശരി. ഞാൻ പല കമ്പനികളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് മാറുന്നത് എപ്പോഴാണ് എനിക്ക് കൂടുതലൊരു ഉയർച്ച, എൻ്റെ ജീവിതത്തിൽ ഉയർച്ച, സാമ്പത്തികമായ ഉയർച്ച, ഇതൊക്കെ വന്ന് ആ കമ്പനിയുടെ എനിക്കതിൻ്റെ അകത്ത് ഫ്യൂച്ചറുണ്ടോ, ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് ഞാൻ ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് മാറുന്നത്. നമ്മൾ എവിടെ നോക്കിയാലും അത് കാണാൻ പറ്റും. സന്ദീപ് വാര്യർ അത് തന്നെ ചെയ്തു. തീർച്ചയായും സന്ദീപ് വാര്യർ അത് തന്നെയാണ് ചെയ്തത്. BJP എന്നത് പുള്ളിയെ സംബന്ധിച്ചുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്, വ്യക്തിപരമായ ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പുള്ളിയെ കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം പുള്ളി പെർഫോം ചെയ്തു. ഇനി ഇവിടെ വലിയ കാര്യമൊന്നുമില്ല, ഇനി ഇവിടെ നിന്നിട്ട് പ്രയോജനമൊന്നുമില്ല. ഇനി എൻ്റെ ഫ്യൂച്ചർ കിടക്കുന്നത് മറ്റിടത്താണ്. അദ്ദേഹം വേറൊരു കമ്പനിയിലേക്ക് മാറി, അവിടെ ഓഫർ കിട്ടി, അവിടെ നിന്ന് മികച്ച ഓഫർ കിട്ടി. അദ്ദേഹത്തിന് അവിടെ ഒരു ഫ്യൂച്ചറുണ്ട്. നാളെ ഉറപ്പുള്ള ഏതെങ്കിലും എവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ 2026 തെരഞ്ഞെടുപ്പിൽ UDF വന്നു കഴിഞ്ഞാൽ എനിക്കൊരു മന്ത്രിയാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നോക്കി വളരെ പ്രൊഫഷണലായിട്ട് അദ്ദേഹം മാറിയത് നല്ല തീരുമാനമാണോ? അത് അദ്ദേഹം തീരുമാനിക്കണം. താങ്കളുടെ കാഴ്ചപ്പാടിൽ താങ്കൾ ഇപ്പൊ പറഞ്ഞ വിഷയം അടുത്ത തെരഞ്ഞെടുപ്പിൽ MLA അടുത്ത തെരഞ്ഞെടുപ്പിൽ MLA ആവുന്നു, ഒരു മന്ത്രിയാകാൻ സാധ്യത ഉണ്ടെങ്കിൽ മന്ത്രിയാകാൻ സാധ്യത ഉണ്ട്, അത്തരം രീതിയിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയും. എന്റേതും സന്ദീപ് വാര്യരുടെയും രണ്ട് ചിന്താഗതിയാണ്. സാർ പറയുന്ന വിഷയം താങ്കളോട് ഞാൻ ചോദിക്കുന്നത് രണ്ട് ചിന്താഗതിയാണ്. ഓക്കെ, പക്ഷെ ഞാൻ പറയുന്നത് താങ്കൾ ഇതുകൂടെ പറയണം. താങ്കൾ പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു MLA ആകാം, MLA സ്ഥാനാർത്ഥിയെ നിൽക്കാം, അത്തരം രീതിയിലേക്ക് BJP എന്നുള്ള വലിയൊരു പ്രസ്ഥാനത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ 100% സീറ്റ് കൊടുത്തിരിക്കും, അത് 100% ഉറപ്പ്. അവിടെ നിന്ന് ഒരു മന്ത്രിയാകാം എന്നുള്ള കണ്ടീഷനില്ല. അപ്പൊ അദ്ദേഹം തെരഞ്ഞെടുത്ത റൂട്ട്, അദ്ദേഹം തെരഞ്ഞെടുത്ത ഒരു പാത, ഇപ്പൊ PV അൻവർ തെരഞ്ഞെടുത്ത ഒരു പാത തെറ്റായി പോയി എന്ന് അദ്ദേഹം ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ അദ്ദേഹം തെരഞ്ഞെടുത്ത ഒരു മറ്റേ സന്ദീപ് വാര്യർ തെരഞ്ഞെടുത്ത റൂട്ട് ശരിയാണോ എന്ന് എന്റെ ചോദ്യം. അല്ല, ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ ശരിയും തെറ്റും ഒക്കെ വ്യക്തിപരമാണ്. ഇപ്പം എന്നെപ്പോലൊരു വ്യക്തി
ഇപ്പം ഈ ബി ജെ പിക്കകത്ത് കാലാകാലങ്ങളായിട്ട് തോറ്റ് കിടക്കുന്നൊരു പാർട്ടിയാണ് അങ്ങനെ ഇതില്ല, അങ്ങനെ വളർന്നു വന്നൊരു പാർട്ടിയാണ് ബി ജെ പി. ഈ ബി ജെ പിയിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ്. MLA സ്ഥാനമല്ല, ഞങ്ങളുടെ കൂടെ വന്ന പ്രധാനമന്ത്രിയാക്കാം എന്ന് പറഞ്ഞാൽ പോലും അത് വിട്ടു പോകാത്ത 10,000-കണക്കിന് ആൾക്കാരുണ്ട്. ആദർശം അങ്ങനെ, അതായത് അവരുടെ പ്രയോറിറ്റി ഞാൻ പറഞ്ഞല്ലോ, BJP എന്ന് പറഞ്ഞ സംഘടനയിലും അതിൻ്റെ അകത്തെ പ്രവർത്തകരുടെയും പ്രയോറിറ്റി എന്ന് പറയുന്നത് ആദർശം. സന്ദീപ് വാര്യരുടെ പ്രയോറിറ്റി ആദർശമല്ല എന്ന് പറയാൻ കഴിയില്ല. അതായത് ആദർശം, താങ്കൾ പറഞ്ഞു ഒരു കമ്പനിയിൽ എനിക്ക് കിട്ടേണ്ട ഒരു കമ്പനിയിൽ എനിക്ക് ഒരു ആദർശം എന്ന് പറയുന്ന സാധനം ഞാൻ താരതമ്യം ചെയ്യുകയാണ്. അതായത് ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട പരിഗണന കിട്ടാത്ത രീതിയിലേക്ക് ഞാൻ മാറിപ്പോയതാണല്ലോ അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? ഞാൻ അതാ പറഞ്ഞത്, ഈ പാർട്ടിക്കകത്ത് ഒരു പരിഗണനയും ആഗ്രഹിക്കാതെ ജീവൻ പോലും പോകും, വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോലും എത്തുമെന്ന് ഉറപ്പില്ലാത്ത ആയിരക്കണക്കിന് ആൾക്കാർ വളർത്തിക്കൊണ്ടുവന്ന പാർട്ടിയാണത്, ഒന്നും പ്രതീക്ഷിക്കാതെ. അവരെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ ചെയ്തത് തെറ്റാണ്. സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം പ്രയോറിറ്റി എന്ന് പറയുന്നത് ആദർശമോ കമ്മിറ്റ്മെൻറ്റോ അല്ല. സന്ദീപ് വാര്യരുടെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ഒരാൾ മാറുന്നത് പോലെ സ്വന്തം പ്ലാറ്റ്ഫോം, സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് തെറ്റൊന്നുമല്ല. ആ ഒരു അർത്ഥത്തിൽ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം ചെയ്തത് ശരിയാണ്. എന്നെപ്പോലൊരു വ്യക്തിക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാനൊരു പ്രൊഫഷണലാണ്, പല കമ്പനികൾ മാറിയ വ്യക്തിയാണ്. ഒരു റെപ്രസെൻറ്റേറ്റീവിൽ തുടങ്ങി ഒരു കമ്പനിയുടെ സോണൽ ഹെഡ് വരെയായ വ്യക്തിയാണ് ഞാൻ. ഇതിനിടയ്ക്ക് 6-7 കമ്പനി ഞാൻ മാറിയിട്ടുണ്ട്. ഇന്നലെ വരെ ഞാൻ വർക്ക് ചെയ്ത കമ്പനി ഇന്ന് മുതൽ എൻ്റെ കോമ്പറ്റീറ്ററാണ്. അത് പ്രൊഫഷണൽ ഫീൽഡിൽ നടക്കും. സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് കരിയറാണ്, പ്രൊഫഷനാണ്. അങ്ങനെയുള്ള ഒരു കരിയറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്തത് ശരിയാണ്. ഇന്നലെ വരെ ഞാൻ വർക്ക് ചെയ്തിരുന്ന, എനിക്ക് ചോറ് തന്ന, എനിക്ക് ജീവിതം തന്ന ഒരു കമ്പനി ഇന്ന് മുതൽ എൻ്റെ കോമ്പറ്റീറ്റർ ആവുന്നത് പോലെ ഇന്നലെ വരെ BJPക്ക് വേണ്ടി സംസാരിച്ചിരുന്ന വ്യക്തി ഇന്ന് BJPയുടെ ശത്രുവായി മാറുന്ന ആ പ്രൊഫഷണലിസം, ആ അർത്ഥത്തിൽ സന്ദീപ് വാര്യർ 100% പ്രൊഫഷണലാണ്. സർ, അതേപോലെ തന്നെ മറ്റു ആളുകൾ, ഇപ്പൊ കോൺഗ്രസിന്റെ ആളുകളെയും മറ്റുള്ള ആളുകളേക്ക് BJP ക്യാച്ച് ചെയ്യുന്നില്ലേ? തലേദിവസം മറുദിവസം തന്നെ ഈ വന്ന പാർട്ടിയെ തന്നെ തിരിച്ചു കുറ്റം പറയുന്നില്ലേ? ഞാൻ പറയുന്നത് ഖുഷ്ബു അടക്കം എന്താ ചെയ്തത്? ഖുഷ്ബു അടക്കം മറുനാളില് തിരിച്ചടിക്കുകയാണ് ചെയ്തത്. ഞാൻ അതിന് സന്ദീപ് വാര്യരെ കുറ്റം പറയുന്നില്ല സുഹൃത്തെ. അതെ, സന്ദീപ് വാര്യർ അങ്ങനെ ആണെന്നേ പറഞ്ഞുള്ളൂ. അപ്പം നേർക്ക് നേരെ ഒരു ചർച്ചകളൊക്കെ വരുമ്പോൾ, വാഗ്വാദങ്ങൾ വരുമ്പോൾ, നിങ്ങൾ പണ്ട് ഇതല്ലേ പറഞ്ഞത് എന്ന് തിരിച്ചു ചോദിക്കും. ഈ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഈ പണിയൊക്കെ ചെയ്യാൻ. സ്വാഭാവികം. ഇത് സമൂഹത്തിൽ നിറഞ്ഞിരിക്കുന്നതാണ്, ആൾക്കാർ കാണുന്നതാണ്. ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ സമൂഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് തീയും പുകയുമുള്ള ഒരു അടുക്കളയാണിത്. അതൊക്കെ താങ്ങാൻ ശേഷിയുള്ളവരെ ഈ പണിക്ക് പോകാവൂ. അപ്പോൾ ചോദ്യങ്ങൾ വരും, മുഖത്ത് നോക്കി ചോദിക്കും. നാണമില്ലേടോ തനിക്ക്, ഇന്നലെ വരെ താൻ ഇതല്ലേ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ പൊട്ടിത്തെറിച്ചിട്ടും ബഹളം വെച്ചിട്ടും ഒന്നും കാര്യമില്ല. അപ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും. ഇത് നാട്ടുകാർ കാണും. ഇത് കാണുന്നവരെല്ലാം ചോദിക്കും, കാലം ഇതാണ്. ഒരു മൊബൈൽ ഫോൺ, ഇങ്ങനെ ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുള്ള ആരും ഇന്ന് ജേർണലിസ്റ്റാണ്. ആ കാലത്ത് അത് ചെയ്യും. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ മാധ്യമങ്ങളിൽ നേർക്കുനേരെ വന്നപ്പോൾ ഈ രീതിയിലുണ്ടാകും. അപ്പോൾ അദ്ദേഹം നേരെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒരു മാതൃഭൂമിയിലെ ഒരു ചർച്ചയിലിരിക്കുകയാണ്. മാതൃഭൂമിയിലെ ചർച്ച, സന്ദീപ് വാര്യരുടെ അഭിപ്രായം പറയുന്നു, ഞാനതിൻ്റെ ഒരു മറുപടി പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കാൻ എനിക്ക് കണ്ട പുസ്തക കച്ചവടക്കാരനോടൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല, സന്ദീപ് വാര്യർ പറഞ്ഞാൽ പറയുക. അവിടെയാണ് ഞാൻ കയറി പിടിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ സ്വന്തമായി ഒരു തൊഴിൽ ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്നവനാണ്. ഇയാളുടെ ജോലി എന്താ? ഈ നാട്ടിലെ സന്ദീപ് വാര്യർ എന്നല്ല, BJPക്കാരടക്കമുള്ളവരുടെ ഞാൻ പറയും, ഇത് എല്ലാ രാഷ്ട്രീയവും ഈ രാഷ്ട്രീയക്കാർ, പ്രൊഫഷണൽ രാഷ്ട്രീയക്കാർ, അതിലെത്ര പേര് സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്? വളരെ കുറവാണ്. ഒന്നുകിൽ വീട്ടിൽ ഇഷ്ടം പോലെ മുതലുണ്ടാവും, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് നല്ലൊരു ജോലി ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഫുൾ ടൈം രാഷ്ട്രീയം. ഇത് തന്നെ ഞാനത് വന്നപ്പോൾ ഈ കഥ അകത്ത് കയറി കൊണ്ടു. അപ്പം ഞാൻ ഇതിനു മുമ്പ് കുരുക്ഷേത്രയുടെ എന്തായാലും പോട്ടെ, ഇപ്പം ഞാൻ പറയുന്നത്
കുരുക്ഷേത്രയുടെ ജനറൽ മാനേജരായിരുന്നു എറണാകുളത്ത്. കുരുക്ഷേത്ര എന്ന് പറഞ്ഞാൽ സംഘത്തിൻ്റെ പബ്ലിക്കേഷൻ വിഭാഗമാണ്. അതിൻ്റെ ജനറൽ മാനേജരായിട്ട് ഞാൻ ഒരു 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നാണ് ഞാൻ ഈ കക്ഷിയായിട്ട് ആദ്യമായിട്ട് കാണുന്നത്. എന്നെ ഓഫീസിൽ വന്ന് കാണുകയാണ്. എന്നിട്ട് പുള്ളി അതിരുന്ന് ഒന്നും പറയാനില്ല, ഇത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഇയാളെ കുരുക്ഷേത്രയിൽ നിന്ന് പുറത്താക്കിയതാണ്, ഇയാളെ RSS നിന്ന് പുറത്താക്കിയതാണ്, എന്തൊക്കെയോ കിടന്ന് വെള്ളം വെക്കുകയാണ്. ഇതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇയാൾക്ക് പറ്റിയ വേറൊരു അബദ്ധം ഞാൻ പറയാം. ഇയാൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന BJP ഉണ്ടായിരുന്ന സമയത്ത് ഈ ചർച്ചകൾക്ക് പോകുമ്പോൾ ചർച്ചകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണ്. പെർഫോം ചെയ്യുക പറഞ്ഞാൽ നല്ലപോലെ ഡേറ്റ വെച്ച് സംസാരിക്കുമായിരുന്നു. വളരെ ഡേറ്റ ചരിത്രമൊക്കെ ഉദ്ധരിച്ച് സംസാരിക്കും. ഇതിനൊക്കെ അയാൾക്ക് കഴിഞ്ഞിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ചാനലിൽ വന്നിരുന്ന് പെർഫോം ചെയ്യുമ്പം ആൾക്കാർക്ക് ഒരു ആരാധന വരുമല്ലോ. അങ്ങനെ വലിയൊരു ഗ്രൂപ്പുണ്ടായി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ നമ്മുടെ ഓൺലൈൻ സംഘപരിവാറിനോട് ആഭിമുഖ്യമുള്ളവർ. ഇവർ ഇദ്ദേഹമായിട്ട് ബന്ധം സ്ഥാപിച്ച് നല്ലപോലെ ഇതിൻ്റെ അകത്ത് റീച്ചുള്ളവരുണ്ട്. കൃത്യമായിട്ട് ഓരോ ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് പുള്ളിക്ക് ഡേറ്റ എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. ഇപ്പം ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഇപ്പം എനിക്കങ്ങനെയൊന്നുമില്ല, ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഇവിടെ. ഞാൻ ഇന്ന് മാതൃഭൂമിയിൽ CAA വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് ആ ഗ്രൂപ്പിലൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പടപടാന്ന് പറഞ്ഞിട്ട് ആലോചിക്കും. ഇത് നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്ത് പഠിച്ച് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്താൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനൊരു വലിയൊരു പറയുന്നത് കംപ്ലീറ്റ് ചെയ്യട്ടെ. വലിയൊരു ആരാധവൃന്ദം സന്ദീപ് വാര്യർ കൊണ്ടായിരുന്നു. ഇദ്ദേഹം വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, സന്ദീപ് വാര്യർ BJP ആയിട്ട് ഇങ്ങനെ ഉടക്കി നിന്നപ്പോൾ ഈ ആരാധവൃന്ദം ഇങ്ങനെ ഉണ്ടായിരുന്ന അവർ BJPയെ വിമർശിക്കാൻ തുടങ്ങി. എങ്ങനെയും അദ്ദേഹം നല്ലൊരു ഡിബേറ്ററാണ്, നല്ലൊരു നേതാവാണ്, അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം, സുരേന്ദ്രൻ്റെ കഴിവുകേടാണ്, അപ്പിടിയാണ് ഇപ്പിടിയാണ്. ഇത് കണ്ടപ്പോൾ ഈ പുള്ളി വിചാരിച്ചത് എന്താണെന്നറിയാമോ? ഞാൻ അങ്ങോട്ട് വിട്ടുപോയി കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് അങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങ് പോകുന്നതാണ്. പക്ഷേ ഈ പുള്ളി ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് അപ്പുറത്തേക്ക് പോയ ആ നിമിഷം ഇദ്ദേഹത്തെ ഇത്രയും നാളും കൊണ്ടു നടന്നിരുന്നവരെല്ലാം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ആ പ്രതീക്ഷ മുഴുവനും പോയി. അതേ ആൾക്കാർ ഇയാളെ പ്രയോഗിക്കാൻ തുടങ്ങി. കാരണം ഈ വ്യക്തികളും ഉണ്ടല്ലോ, അൾട്ടിമേറ്റ്ലി ദേ ആർ കമ്മിറ്റഡ് ടു ദ ഐഡിയോളജി. ഇപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ പുള്ളി ചാനലുകളിൽ ഒരു വിഡ്ഢിവേഷമായി മാറിയിരിക്കുകയാണ്. കാര്യം ഡേറ്റ ഇല്ല. ഇവിടെ നിന്ന് കൃത്യമായി ഡേറ്റ കിട്ടുന്ന നല്ലൊരു സംവിധാനത്തിൻ്റെ കീഴിൽ നിന്ന്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സംവിധാനത്തിൻ്റെ കീഴിൽ കൃത്യമായ ഡേറ്റ കിട്ടി ആ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി പോയിക്കൊണ്ടിരുന്ന ആൾക്ക് ഇപ്പം ചാനലിൽ വന്നിരുന്ന് ബഹളം വെക്കാനേ കഴിയും. സാർ, ഓക്കെ, അതൊക്കെ എനിക്ക് അറിയാത്ത വിഷയമാണത്. ഈയിടെ പ്രേംകുമാർ എന്ന് പറഞ്ഞൊരു ആളുണ്ടല്ലോ, ഈ നിരീക്ഷകനായിട്ട്, ഇടതുപക്ഷ നിരീക്ഷകനായിട്ട് വരും. അദ്ദേഹം വളരെ കൃത്യമായിട്ടൊരു പോയിന്റ് പറഞ്ഞു. എനിക്കറിയാവുന്ന പഴയ സന്ദീപ് വാര്യർക്കൊരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ബഹളക്കാരനെ മാത്രമേ ഞാൻ കാണുന്നു. കറക്റ്റാണത്. അത് അങ്ങനെ ആയിരിക്കാം. അതേക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അത്തരം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ള എനിക്കറിയാം. രണ്ടാമത്തെ കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും ഈ പൊളിറ്റിക്കൽ ലെവലിലേക്ക് പ്രവചനം നടത്തുന്ന ആളാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ നിലമ്പൂരൊക്കെ 10,000+ എന്ന് കറക്റ്റ് പ്രവചനം നടത്തിയ ആളാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് അടുത്ത തവണ എന്തായാലും സന്ദീപ് വാര്യർ മത്സരത്തിനിറങ്ങും, MLA ആകും. അടുത്ത മന്ത്രിസഭയിൽ മിക്കവാറും സന്ദീപ് വാര്യർ എന്നുള്ളൊരു വ്യക്തി മന്ത്രിസഭയിൽ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അദ്ദേഹം എടുത്ത നിലപാടുകൾ ശരിയാണെന്നുള്ളതാണ്. ഒറ്റ രാത്രി കൊണ്ടാണ് മാറി നേരെ യൂത്തിൻ്റെ കൂടെ അങ്ങോട്ടേക്ക് പോയത്. അതുകൊണ്ട് തന്നെ വേറൊരു വലിയ വ്യത്യാസം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ BJPയിൽ ഉണ്ടായിരുന്ന റോൾ എന്താണോ, അതിനപ്പുറത്തേക്കുള്ള റോളിൽ അദ്ദേഹം ഇന്ന് യാത്ര ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും അദ്ദേഹം എടുത്തൊരു നിലപാട് ഞാൻ പറയാം. അടുത്ത ഇലക്ഷൻ അദ്ദേഹം മത്സരിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ഒരു കാര്യം, എനിക്ക് ഈ പാർട്ടികളിലെ അക്രോസ് ദ പാർട്ടി ലൈൻസ് നല്ല ബന്ധങ്ങളുണ്ട്. കോൺഗ്രസിൻ്റെ അകത്തെ വലിയ വിഭാഗം ഇയാളുടെ ഇഷ്ടമല്ല. കാര്യം കാലാകാലങ്ങളായിട്ട് വിറക് വെട്ടിയും വെള്ളം കോരിയും കിടന്നിരുന്ന ആയിരക്കണക്കിന് ആൾക്കാർ അതിൻ്റെ അകത്തുകൊണ്ടെന്ന് സ്ഥാനം ആഗ്രഹിക്കുന്നവരും ഒക്കെ അവരുടെ തലയ്ക്ക് മേളിക്കൂടാണ് ഇന്നലെ വരെ അവരെ രാഹുൽ ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും തെറി പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. കാലുവാരലിൽ കോൺഗ്രസ്സുകാരെ കഴിഞ്ഞേ ഈ ലോകത്താരുള്ളൂ. സാർ, ഒരു കാര്യം സത്യാവസ്ഥ പറയാം, എന്നിട്ട് അവസാനിപ്പിക്കാം ഈ ചർച്ച. അതായത് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചല്ല, നിർബന്ധിതരായിട്ടാണ്. അല്ല, ഇതിലൊന്ന് പറഞ്ഞോളൂ. എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ പുള്ളി എവിടെയല്ലേ അയാളെ തോൽപ്പിക്കേണ്ട പണി കോൺഗ്രസ്സുകാർ തന്നെ വൃത്തിയായിട്ട് ചെയ്തു. അയാളെ തോൽപ്പിക്കുന്ന പണി കോൺഗ്രസ്സുകാർ തന്നെ നല്ല വൃത്തിയായിട്ട് ചെയ്തോളൂ.
അത് അയാൾക്കും ഇപ്പം നന്നായിട്ടറിയാം. നിങ്ങൾ നോക്കിക്കോളൂ എത്രമാത്രം അസ്വസ്ഥനും ടെൻസ്ഡുമാണ് അയാൾ. മുമ്പ് BJP-യിലായിരുന്ന സമയത്ത് ചാനലുകളിൽ വന്നുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ പ്രസന്നവദനായി ചിരിച്ചുകൊണ്ട് വളരെ അവധാനതയോടുകൂടി സംസാരിച്ചിരുന്നൊരു മനുഷ്യൻ ഇപ്പം എത്രമാത്രം ടെൻഷനാണ്. നിങ്ങൾ നോക്ക് ബോഡി. അതൊക്കെ പോട്ടെ, അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ട് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തോട് താങ്കൾക്ക് വല്ല വിഷമങ്ങൾ? ഒരു വിഷമവും ഇല്ല. എന്തിനും അപ്പൊ നേരിട്ട് കണ്ടാൽ കെട്ടിപ്പിടിക്കുമോ? കെട്ടിപ്പിടിക്കോ ഇല്ലയോ അത്രയും നല്ല സൗഹാർദ്ദപരമായിട്ട് നീങ്ങാവുന്ന സാധനം. എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്, അദ്ദേഹത്തിന് എന്നെയും പരിചയമുണ്ട്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ വലിയ ഗാഠമായ സൗഹൃദമോ ആത്മബന്ധമോ ഒന്നുമില്ല. പല ഇടയ്ക്ക് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, കണ്ടാ ചിരിക്കുമായിരുന്നു. അത്ര അതിനപ്പുറമുള്ള വലിയ അഗാധമായ സൗഹൃദമൊന്നും എനിക്കില്ല, സന്ദീപ് വാര്യരോടില്ല. പരിചയമുണ്ട്, എന്നെ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് എന്നെ അറിയാം. എനിക്ക് അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തിന് എന്നെ അറിയാം. നിങ്ങൾ തമ്മിൽ ആശയവിനിമയങ്ങളിൽ സംസാരിക്കുന്നു, വളരെ ചെറിയ വിഷയങ്ങൾ മാത്രം, അത്രേ ഉള്ളൂ. സംസാരിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അതല്ലാതെ എൻ്റെ ഒരു സുഹൃത്തെന്നൊന്നും പറയാൻ പറ്റില്ല, പരിചയക്കാരൻ എന്നെ ഞാൻ പറയും. ഒരു സുഹൃത്തെന്നൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദീർഘകാലത്തെ ആ ബന്ധങ്ങൾ വേണം. അപ്പോൾ തീർച്ചയായും അപ്പോൾ ഈ സന്ദീപ് വാര്യരുമായിട്ടുള്ള താങ്കളുടെ ഒരു സംഭവം എന്ന് പറയുന്നത് ആശയങ്ങളാണ്. ആശയങ്ങളിൽ എനിക്കത് ഇപ്പം നാളെ നേരിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പം എനിക്ക് ചിരിക്കുന്നതിലോ കൈ കൊടുക്കുന്നതിലോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലോ ഒന്നും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയാം. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ താങ്കൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോകും? ഏത് ഒരു സദസ്സിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം എന്ന് പറയാം, ഉറപ്പായിട്ട് പോകും. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറയും, അതിലൂടെ പറയാം. സംശയം എന്ത് പറയും? സന്ദീപ് വാര്യരെ കണ്ട് നമുക്കൊരു ചായ കുടിക്കാം എന്ന് പറയാനുള്ള കണ്ടീഷനിലേക്ക് അങ്ങോട്ടോ ഉണ്ടോ? ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ അതിന് വേണ്ടിയുണ്ട് ഒരു സിറ്റുവേഷൻ വന്നു, ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് ചായ കുടിച്ചാലോ? കുടിക്കാം, നോ പ്രോബ്ലം. അത്രേ ഉള്ളൂ പ്രശ്നം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ പ്രശ്നം. നമ്മൾ ഈ ചാനൽ ചർച്ചകൾ കാണുമ്പോൾ വലിയ രീതിയിലേക്ക് ആക്രോശിച്ച് പ്രഷറെ കൂടി അത്ര രീതിയിലേക്ക് ഒന്നും വിചാരിക്കേണ്ട. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ആശയങ്ങൾ പലർക്കും പല ആശയങ്ങളായിരിക്കുമല്ലോ. ഇപ്പോൾ എനിക്ക് എൻ്റെ കാഴ്ചപ്പാട് വേറെയാണ്, സാറിൻ്റെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കും. അപ്പോൾ ആ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ ചിലപ്പോഴും ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം.